എല്ലാവരും പടച്ചവനെ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്ക്. അസ്സദഖതു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മുത്തുനബിയല്ലേ പറഞ്ഞു തന്നത്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ചെയ്യൂ. ആരെല്ലാം ഒരു സദഖ നൽകുന്നോ അവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ശർറു മുസീബത്തുകളും മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കള് ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ കാരുണ്യവാനായ അല്ലാഹ് ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പൈസ ഇടുന്നതിന്റെ ഇടയിൽ നീ പറയുന്നത് നീ മറന്നു പോകണ്ട. ബർക്കത്ത് കിട്ടാനുള്ള 5 വഴികളാണ് പറഞ്ഞത്. ഇനി പറയുന്നത് പടച്ചവനെ നിങ്ങൾ പറയും, ഉസ്താദേ എല്ലാ ഈ പറഞ്ഞ 5ഉം പോയി. ഈ പറഞ്ഞ 5 കാര്യവും നമ്മൾ പലരും ചെയ്തിട്ടില്ല. 1 നിസ്കരിച്ചില്ല, 2 മുശാവറ ചെയ്തില്ല, 3 അള്ളാഹുവിന്റെ തൃപ്തി നേടിയില്ല, 4 നബിയുടെ തൃപ്തി നേടിയില്ല, 5 മാതാപിതാക്കളുടെ തൃപ്തി നേടിയില്ല, വീടും വെച്ചു, പെണ്ണും കെട്ടി, ബിസിനസ്സും തുടങ്ങി. ഈ 5 കാര്യവും ചെയ്തില്ല. പക്ഷെ ഇനി പറയുന്ന കാര്യം ഇനിയെങ്കിലും രക്ഷപ്പെടാനുള്ളതാണ്. ഇനി പറയുന്ന ഈ 3 കാര്യം ചെയ്താൽ, ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നീ കെട്ടിയ വീടിന്റെ അകത്ത് ഇനിയും ബർക്കത്ത് കടന്നു വരികയാണ്. നിന്റെ കടയിലേക്ക് ബർക്കത്ത് വരാനുള്ള വഴിയാണ്. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള വഴിയാ. കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഇനിയെങ്കിലും പറയുന്നതൊന്ന് അനുസരിക്കൂ. ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും നിനക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർകതക അലൈക വഅലാ അഹ്ലി ബൈതിക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് വിളിക്കുന്നു, മോനെ അനസ്, നിനക്ക് ബർക്കത്ത് വേണോ അനസ്? നിന്റെ കുടുംബക്കാർക്ക് ബർക്കത്ത് വേണോ അനസ്? വീടിന്റെ അകത്ത് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, സമ്പത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കച്ചവടത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കടയ്ക്കകത്ത് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ബെഡ്റൂമില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ഭക്ഷണത്തില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂലാണ് വിളിക്കുന്നത്, യാ ബുനയ്യ, മോനെ അനസ്, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു പോയാൽ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ഫസല്ലിം, നീ സലാം പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഇന്നത്തെ ഈ വഅദ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങൾ ഇന്നത്തെ വഅദ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ പറയണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ സലാം പറയണേ. അങ്ങനെ സലാം പറഞ്ഞ യകൂനു ബർക്കത, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന യകൂനു ബർക്കത അലൈക വഅലാ അഹ്ലി ബൈതിക, നിന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വീടിന്റെ അകത്ത് ബറക്കത്ത് കിട്ടാനുള്ള ഒരു വഴി, നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനാ സലാം പറയുന്നത് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞങ്ങാതി. സലാം മൂന്ന് രീതിയിൽ. സലാം മൂന്ന് രീതിയിൽ. ഒന്ന്, അസ്സലാമു അലൈക്കും. രണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മൂന്ന്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിലെ ഏതാ പറയേണ്ടത്? സലാം മൂന്ന് രീതിയിൽ. എന്തേ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എന്തേ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? സ്വന്തം പെണ്ണുമ്പുള്ളയെ എടുത്ത് സലാം പറയണേ എത്ര ഭർത്താക്കന്മാരുണ്ട്? നാലിച്ചുക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യയോട് പറയാ അസ്സലാമു അലൈക്കും. ഇന്ന് വഴുത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പുള്ളയെ എടുത്ത് സലാം പറഞ്ഞ ഓള് ചിന്തിക്കും, പഠിച്ചവനെ ശൈത്താൻ വല്ലതും കൂടിയല്ല. പതിവാ ഇങ്ങനെ ആദ്യമായിട്ടാ. നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങളെങ്ങാണം പോയിട്ട് സലാം പറഞ്ഞ, ഓ ആമിന ഇന്ന് വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചു. കെട്ടിയവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരിക. ഇച്ച ഇങ്ങനെ ഇറങ്ങി വന്ന് വാതിൽ തുറക്കുമ്പോ ആമിനാത്ത ഇങ്ങനെ നിന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അങ്ങാരി വെടി കൊണ്ടതുപോലെ നിൽക്കുക. പടച്ചവനെ, ഉസ്താദിന്റെ അടുക്കുന്ന ഒരു ചരട് പൊതി വാങ്ങണം. കാരണം വാതിന് പോയപ്പോ ഏതോ ശൈത്താൻ കൂടിയെന്ന്. കാരണം നമ്മളാരും പറയാറില്ല, നമ്മളാരും സലാം പറയാറില്ല. നമ്മളെക്കാളും വലിയ പിശുക്കന്മാര് ലോകത്തുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ മനുഷ്യ ഒരു സലാം പറഞ്ഞ ഫോൺ വന്നാൽ ആദ്യം ചോദിക്കുന്നത് ഹലോന. സലാം പറയണ എത്ര പേരുണ്ട്? സ്വന്തം പെണ്ണുമ്പിള്ളയാ വിളിക്കുന്നതെന്നറിയാം. അറിയാത്ത നമ്പരാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് അറിയാത്ത നമ്പരാണെങ്കിൽ ഒരു അമുസ്ലിമാണ് വിളിക്കുന്നെങ്കിൽ സലാം പറയാൻ പാടുണ്ടോ? ഇല്ല. നിന്റെ പെണ്ണുമ്പിള്ളയാ വിളിക്കണേ, നമ്പര് നിനക്കറിയാം, എന്നാ നീ അസ്സലാമു അലൈക്കും എന്തേ നിൽക്കില്ല. പെണ്ണുമ്പിള്ള വിളിച്ച് ആദ്യം ചോദിക്കുക എന്തേന്ന് ചോദിക്കണേ. ഭാര്യയെ വിളിക്കുമ്പോ അറിയാം. ഭാര്യയാണ് ഫോൺ വിളിക്കുന്നെങ്കിൽ അറിയാം. ചുമ്മാതെ നിൽക്കുക കൂട്ടുകാരുടെ കൂടെ. അപ്പോഴാണ് പെണ്ണുമ്പിള്ള ഫോൺ വിളിക്കണത്. എടുത്തിട്ട് എന്താടി, എന്താ വിശേഷം, സുഖം, കഴിഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ മനസ്സിലായിക്കൊണ്ട് അത് ഭാര്യയെ വിളിച്ചത്. വേറെ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ചോദിക്കും, ഹലോ എന്താ, സുഖമാണോ, തിന്നോ, ഉറങ്ങിയോ, കടന്നോ, നടന്നോ? ഇതവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് കടന്നുപോയാൽ സലാം പറയണം. അതും പരിപൂർണമായി പറയണം. ഇനി വീടിന്റെ അകത്ത് ആളില്ലെങ്കിലോ? വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും സലാം പറയണം. വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും സലാം പറയണം. നീ രാവിലെ കട തുറക്കാൻ പോവാ, എങ്ങനാ സലാം പറയണ്ടേ? കട തുറക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കട തുറക്കുമ്പോഴും നീ സലാം പറയണേ. മടക്കാൻ കടക്കകത്ത് ആളില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ അകത്ത് ആരുമില്ല, പൂട്ടിക്കിട്ടിരിക്കുകയാണ്. എങ്കിലും വീടിന്റെ അകത്ത് കയറുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടുന്ന് സലാം പറയണേ. ഈ സലാം നിനക്ക് രക്ഷയാണ്. ഈ സലാം ബർക്കത്ത് കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ സഹായം കൊണ്ടുവരികയാണ്. ഈ സലാം പറയുന്നതിലൂടെ നിന്റെ മനസ്സുകൾ അടുക്കുകയാ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയുകയാ, സലാം പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലു. അല്ലാഹു നിന്നിലും നിന്റെ വീട്ടിലും ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ സലാം പറയുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വഅൻ അബീ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബില്ലാഹ് മൻ ബദഅഹും ബിസ്സലാം. സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണേ. ആദ്യം സലാം പറയുന്നവന്, ആദ്യമായിട്ട് സലാം പറയുന്നവന് ഒരാളെ കാണുമ്പോ അവൻ പറയട്ടെ എന്നല്ല, നീ പറയണേ, നീ മത്സരിക്കണേ. ആദ്യമായിട്ട് ആരാണോ സലാം പറയുന്നത് അവൻ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവൻ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, വീട് വെച്ച് കഴിഞ്ഞു, കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു, കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞു, അതാ വാഹനം എടുത്തു കഴിഞ്ഞു. ഇനി അതിനകത്ത് ബർക്കത്ത് കിട്ടാനുള്ള വഴിയാ നീ സലാം പറയടേ.
അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പെങ്ങളെ കേട്ടോ, രണ്ടാമത്തെ കാര്യമാണ് ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇജ്തമിഉ അലാ തുആമികും ഉദ്കുറു ഇസ്മല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ബർക്കത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്താ? ബർക്കത്ത് ലഭിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്താ? മുത്തുനബി എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങണേ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ? നിങ്ങളുടെ ഈ നാട്ടില് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയുമോ? അത് 2 നിലയുള്ള വീടല്ല, AC ഉള്ള വീടല്ല, ഒരുപാട് ഗാർഡനുള്ള വീടല്ല, സ്വിമ്മിംഗ് പൂളുള്ള വീടല്ല. പടച്ചവനെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയോ? നെഞ്ചു ചിന്തിക്ക ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരിക്കുന്നവരോട്, ഭാര്യയോടും ഭർത്താവിനോടും ഞാൻ ചോദിക്കുകയാ, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കുകയാ, ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ? നിസ്കരിക്കുന്ന വീടിനെ കുറിച്ചല്ല, നോമ്പുകാരുള്ള വീടിനെ കുറിച്ചല്ല, സദഖ കൊടുക്കുന്ന വീടിനെ കുറിച്ചല്ല, ഖുർആൻ ഓതുന്ന വീടിനെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയുമോ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. ആരാപ്പ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ കൈബുക്ക്. ഈ കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണത്. സ്റ്റേജിൽ ആരും ഇല്ലേപ്പാ, ആലോചിക്കേ. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, എങ്ങനെ നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകും? എങ്ങനെ നിന്റെ വീട്? നീ വിചാരിച്ചോ 2 നില കൊട്ടാരമാണെന്ന്? അല്ലാഹ്ക്ക് അല്ല. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് നിന്റെ വീടല്ല. എടാ, ഒരു ഭാര്യയും ഭർത്താവും പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു പാത്രമേ ഉള്ളൂ. ഒരു വീടിന്റെ അകത്ത് ഒരു പാത്രമേ ഉള്ളൂ. ആ പാത്രത്തിന്റെ അകത്താണ് എല്ലാരും കൈയിട്ട് വാരി തിന്നണത്. ഇപ്പോഴോ? നീ ചിന്തിച്ചു നോക്ക്. എടാ, ഏറ്റവും വലിയ ശത്രു ആരാ? നിന്റെ ഏറ്റവും വലിയ, നീ വിചാരിക്കുന്നത് നിന്നോട് ഏറ്റവും വലിയ അസൂയ നാട്ടുകാർക്കാണെന്ന. അല്ലടാ മോനെ, പഠിച്ചോ. നിന്നോട് ഏറ്റവും കൂടുതൽ അസൂയ നാട്ടുകാർക്കല്ല, നിന്റെ സ്വന്തം കൂടപ്പുറപ്പിനാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ മടിയണ്ട? തെളിവ് വേണോ? തെളിവ് വേണോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം വാപ്പാന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, യാക്കൂബ് നബിയോട് പറഞ്ഞു, വാപ്പച്ചി ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടാ. വാപ്പ എന്തേ പറഞ്ഞേ? കാക്കാമാരോടൊന്നും പറയണ്ട കേട്ടോ. എന്താ പറഞ്ഞേ? യൂസുഫ് നബി പോയിട്ട് ഒരു സ്വപ്നം കണ്ട കഥ പറഞ്ഞപ്പോ വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കണം, മോൻ ഇക്കാമാരോടൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഈ കണ്ട കാര്യം അത് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ യൂസുഫ് നബി പാപം കുട്ടിയായിരുന്നു, പോയി കാക്കച്ചിമാരോടെല്ലാം പോയി പറഞ്ഞു കൊടുത്തു. അവസാനം എന്ത് ചെയ്തേ? പൊട്ടക്കടറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് കൊല്ലാൻ നോക്കി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ എന്നെക്കാളും നല്ല ജീവിതം എന്റെ കൂടപ്പുറപ്പിന് വേണ്ട, അത് ആഗ്രഹിക്കാം. എന്നാ പണ്ട് അങ്ങനല്ല. ഒരു വീടിന്റെ അകത്ത് ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് എല്ലാരും കൈയിട്ട് വാരി തിന്നും. അങ്ങനെ തിന്നപ്പോ ഒരു ബന്ധം ഉണ്ടായിരുന്നു.
മനസ്സുകൾ തമ്മിൽ അടുക്കുമായിരുന്നു. ഇപ്പോ ആലോചിക്ക്, പണ്ടൊക്കെ നമ്മുടെ ഉമ്മ ഒരു പാത്രത്തിന്റെ അകത്തോട്ട് അങ്ങോട്ട് പടച്ചോനെ തൈരും, അന്ന് പിന്നെ വേറൊന്നും ഇല്ലല്ലോ, തൈരെല്ലാം കൂടെ കറിയെല്ലാം കൂടെ വാരി ഒരു പാത്രത്തിനിട്ടിട്ട് മിക്സിക്കകത്തിട്ട് കുഴക്കണ പോലെ ഉമ്മ ഒരു കുഴയാ, ഉമ്മ എല്ലാം ഇങ്ങനെ കുഴച്ചിട്ട് വാരിത്തരും. നമ്മളിങ്ങനെ നോക്കി നിൽക്കും, വേണോടാ സിറാജ്, വേണോ ഉമ്മച്ചി, ഓടിച്ചെല്ലും വാരിത്തരും. അൽഹംദുലില്ലാ നമ്മളൊക്കെ കഴിക്കും. ഇന്ന് ഈ ഇരിക്കണ വാപ്പന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഇരിക്കണ ഉമ്മമാരും വാപ്പന്മാരും ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയി, എന്നിട്ട് ഇതുപോലെ ചോറെല്ലാം കൂടെ വാരിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കുഴക്കണം. മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുഴച്ചിട്ട് അബൂബക്കർ ഇങ്ങ് വാടാ, മോനെ വിളിക്കുക, മോനെ അബൂബക്കർ ഇങ്ങതാ, വാപ്പച്ചി വാരിത്തരാം. ഉമ്മ തിന്നോ, ഉമ്മ എനിക്ക് വേണ്ട. കാരണം എന്തേ? അവൻ അറിയാതെ എച്ചിലാണെന്ന്. അവൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഭർത്താവ് തിന്നതിന്റെ, പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവ് തിന്നിട്ട് ഇത്തിരി വെക്കും ബറക്കത്തിന്, അതിനകത്ത് തന്നെ തിന്നത്തുള്ളൂ. വെച്ച് നോക്ക്, തിന്നുവോ? നിന്റെ ഭാര്യ നീ നിന്നെ ബാക്കി തിന്നുവോ? തിന്നൂല്ല. നിന്റെ ജീവിതം ചുമ്മാതല്ല കന്നാസിൽ കടന്ന് തല്ലണത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ, ആമീൻ പറ. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ജോഡികളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ കൈവക്ക്, പെണ്ണുമ്പിള്ള കണ്ടുകൊണ്ടിരിക്കുക. വീട്ടിൽ പോകുമ്പോ ചോദിക്കുക, എന്തേ എല്ലാരും പൊക്കി നിങ്ങൾ പൊക്കാഞ്ഞ്? അവസാനം പിന്നെ കൂമ്പിന് ഇടിയിട്ടും. എന്തേ ഈ ഇരിക്കണതില് 75% പെണ്ണ് കിട്ടിയവരാ, എന്തേ ഇപ്പൊ കൈവക്കാത്ത? എന്റെ പൊന്നാര ഉസ്താദ്, ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോണില്ല. കാരണം ഇവളെ ഇവിടെ തന്നെ സഹിച്ചു മടുത്തിനിപ്പോ സ്വർഗം. അതാ നമ്മൾ ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബറക്കത്ത് കിട്ടണമെങ്കിൽ നാളെ രാവിലെ പയ്യന്നൂര് പോയിട്ട് ഏതെങ്കിലും ഒരു മാളി പോയിട്ട് നല്ല ഒരു വലിയ പാത്രം വാങ്ങും. വലിയൊരു പാത്രം വാങ്ങിയിട്ട് നാളെ മുതൽ ഒരുമിച്ചിരുന്ന് കഴിക്കും. അതെങ്ങനെ? നീ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകും, വൈകിട്ട് വരുമ്പോ ഉമ്മ തിന്നുന്നത് സീരിയലിന്റെ മുന്നിൽ, ടിവിയുടെ മുന്നിൽ ഇരുന്ന് ഉമ്മ തിന്നും. മക്കളാണെങ്കിൽ പടച്ചവൻ അവിടെ ബെഡ്റൂമിനകത്ത് പഴത് പറഞ്ഞുകൊണ്ടാ തിന്നണേ, ഫോണ് ഗെയിം കളിച്ചുകൊണ്ട് തിന്നും. പാപ്പ 10 മണിക്ക് കയറി വരുമ്പോ അടച്ചു വെച്ചിട്ടുണ്ടാവും, തിന്നിട്ട് കിടന്നുറങ്ങും. എന്തൊരു ജീവിതം പാപ്പ നിനക്ക്! ഇതിനാണോ ജീവിതം എന്ന് പറയണേ? അല്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സുകൾ തമ്മിൽ അടുക്കും വാപ്പ. മനസ്സുകൾ, ഭാര്യയും ഭർത്താവിന്റെയും മനസ്സുകൾ അടുക്കും. മക്കൾ, കൂടപ്പുറപ്പുകൾ തമ്മിൽ വാടാനിയ ഒരു സ്നേഹമാണ്, ഒരു സ്നേഹമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തമാശ പോലെ പറയുകയല്ല, ഇത് നിന്റെ ജീവിതത്തിൽ നീ ഒരു 10 ദിവസം നിന്റെ വീടിന്റെ അകത്തൊന്ന് ചെയ്തു നോക്ക്. ഒന്ന് വീടിന്റെ അകത്ത് കിടക്കുമ്പോ ഈ ഭർത്താക്കന്മാരോട് പറയുകയാണ്, വാപ്പമാരോട് പറയുകയാണ്, നിങ്ങളൊന്ന് ധൈര്യമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തു നോക്ക്. ഇന്നു മുതൽ നിങ്ങളുടെ വീടിന്റെ അകത്ത് കയറുമ്പോ നിങ്ങളൊന്ന് സലാം പറഞ്ഞു നോക്ക്. അതും പരിപൂർണമായി സലാം പറയൂ. അത് മാത്രമല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നോക്ക്. അല്ലാഹുവേ, പടച്ചറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, നിങ്ങളുടെ വീടിന്റെ അകത്ത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യം എന്തെന്നറിയുമോ? ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് എന്തേ ഇത്രയും വലിയ കണ്ണീര് കുടിക്കുന്ന അവസ്ഥ വരാറ്, ഇത്രയും വലിയ നാശമുണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം അതാ താഴെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് വാടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് വല്ലാതെ വാടുകയാണ്. മുത്തുനബി പറയുകയാ, ഇദാ സഖതതു ലുഖമതു ഹദികും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ
പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴെ വീഴുമല്ലോ. ആരാ എടുത്ത് കഴിക്കുന്നത്? ആ താഴെ വീണ ഭക്ഷണം ഏത് വാപ്പയാ കഴിക്കുന്നത്? ഏത് പെണ്ണാണ് എടുത്ത് കഴിക്കുന്നത്? എന്റെ ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കി കഴിക്കണമെന്നാണ്. പക്ഷേ നമ്മളെടുത്ത് കഴിക്കാറില്ല. അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാ, അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകാ, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ പോകാ, നിന്റെ നാശം അവിടെ തുടങ്ങുകയാ. താഴെ കിടക്കുന്ന ഭക്ഷണം നിസാരമാക്കുന്നവര്, താഴെ വീണ ഭക്ഷണം അല്ലാഹു നിനക്ക് നൽകിയ റഹ്മത്താ. അല്ലാഹുവാണ് ഭക്ഷണം തരുന്നത്. അത് പടച്ച റബ്ബ് നിനക്ക് നൽകിയ നിഅമത്താണ്. ആ ഒരു നിഅമത്തിന് ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു തന്ന റിസ്കിനെ നീ നിഷേധിച്ചപ്പോ, നീ അതിനെ അവഹേളിച്ചപ്പോ, ഇടാ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പാപങ്ങളുണ്ട് സഹോദരാ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര്, അങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ അല്ലാഹു നിനക്ക് നൽകിയ നിഅമത്ത് കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ വീണ് പോയ ഭക്ഷണം എച്ചിലാണെന്ന് പറഞ്ഞു അതിനെ നീ അവഹേളിക്കുകയല്ലേ, നീ അതിനെ നിസാരമാക്കുകയല്ലേ. അങ്ങനെ നീ നിസാരമാക്കിയപ്പോ അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ, അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് അല്ലാഹു എടുത്തു മാറ്റുകയാണ്. അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് എടുത്തു മാറ്റുകയാ. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുക ആയിഷ. അത് അല്ലാഹു നമുക്ക് നൽകുന്ന റഹ്മത്താണ്, അത് പടച്ചവൻ തരുന്ന നിഅമത്താണ്. അതുകൊണ്ട് നീ അതെടുത്ത് കഴിക്ക്, അതിനെ നിസാരമാക്കല്ലേ, അതിനെ നിസാരമാക്കല്ലേ. നിന്റെ കഷ്ടകാലം തുടങ്ങും മോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നിനക്ക് ബർക്കത്ത് വേണോ? ഒരു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും വേണോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇന്നു മുതലെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ. അതൊരു നല്ല ശീലമാണ്, അതൊരു നല്ല ശീലമാണ്. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാ നിന്റെ ഭാര്യ നിന്നെ വഞ്ചിക്കൂല, നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കൂല. നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിൽ അല്ലാഹു സ്നേഹം തരികയാ. പടച്ചവരെ, നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, പരസ്പരം കടന്ന് കീരിയും പാമ്പിനെ പോലെ തല്ലുകയാണ്. കൂടപ്പിറപ്പുകൾ, ഒരു ഉമ്മയുടെ രണ്ട് മക്കള് വീടിന്റെ അകത്ത് കടന്ന് തല്ലുകയല്ലേ, ശത്രുക്കളെ പോലെ തല്ലുണ്ടാക്കുകയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാത്രത്തിലിരുന്ന ഭക്ഷണം കഴിച്ചാ മനസ്സുകൾ തമ്മിലടുക്കുകയാ, സ്നേഹമുണ്ടാവുകയാ. അതുമാത്രമല്ല, നിന്റെ വീട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന വീടാ. ഈ നാട്ടിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വീട്. എന്റെ പ്രിയമുള്ളവരെ, കുടുംബം ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന വീടാ. അങ്ങനെ നിങ്ങൾ അല്ലാഹുവേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാ തയ്യാറായ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഈ
നാട്ടിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇങ്ങനെ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരുമ്പോ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നവര്, അതാ പരസ്പരം സ്നേഹത്തോടുകൂടി അല്ലാഹുവിന്റെ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവര്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗവാസികൾ കടന്നു വരുമ്പോ നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളുമുണ്ടല്ലോ ചാരികസേരയിൽ ഇരിക്കുകയാണ്, ഊഞ്ഞാലിൽ ഇരിക്കുകയാണ്, അള്ളാന്റെ സ്വർഗ്ഗത്തിലെ ചാരികസേലയിൽ ഇരുന്നിട്ട് സുഖിക്കുകയാണ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങള് നിങ്ങൾ സ്വർഗ്ഗത്തിലിരുന്ന് അടിച്ചു പൊളിക്കുമ്പോ സ്വർഗ്ഗത്തിൽ കടന്നു വരുന്ന എല്ലാവരും നിന്നോട് പറയും നീ VIP ആണ്, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും നിന്നോട് സലാം പറയുകയാണ്. നിന്നെയും നിന്റെ കുടുംബത്തെയും എല്ലാവരും ബഹുമാനിക്കുന്നത് കാണുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ചോദിക്കുകയാ, എങ്ങനെ കിട്ടി ആമിന നിനക്ക് ഈ പ്രതിഫലം? ആയിഷ, നിങ്ങൾ ഇവിടെയും ഒരുമിച്ചാണോ? നിങ്ങൾ ഇവിടെയും ഒരുമിച്ചാണോ? അല്ലാഹു നാളെ നിങ്ങളെ സ്വർഗ്ഗത്തിലെ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ പ്രിയമുള്ളവരെ, ബർക്കത്തില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, എത്ര കോടികൾ നേടിയിട്ടും കാര്യമില്ല, എത്ര തിന്നാലും വയറ് നിറയില്ല, എത്ര സമ്പത്തുണ്ടെങ്കിലും സമാധാനമില്ല, എത്ര വലിയ സുന്ദരിയാണെങ്കിലും നിനക്ക് തൃപ്തി ലഭിക്കൂല. 10 മക്കളുണ്ടായാൽ മക്കളുടെ മുഖത്ത് നോക്കിയാ സമാധാനമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവേ താഴെ വീണ ഭക്ഷണം നിസാരമാക്കല്ലേ, അത് നിന്റെ ജീവിതം മാറ്റിമറിച്ച് കളയും, അത് നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവഹേളിക്കരുത്. താഴെ വീണ ഭക്ഷണം എടുത്ത് വൃത്തിയാക്കി കഴിച്ചോ പെങ്ങളെ, മക്കളെ പഠിപ്പിക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പഠിക്ക്. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സുകൾ നീ അടുപ്പിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പടച്ചവനെ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്തതിന്റെ പേരിലാണ് പടച്ചവനെ നാട് മുഴുവനും നടന്ന് പിരിക്കാതെ ഈ മനോഹരമായ പള്ളി പടച്ചവനെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത്. അല്ലാഹുവേ ഇനി ഒരു ആഗ്രഹമുണ്ട്, ഈ പള്ളിയുടെ മുന്നിൽ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവര് തരാൻ തയ്യാറാണ്, അവര് തരാൻ തയ്യാറാണ്, അല്ലാഹുവിന് വേണ്ടി വാങ്ങാൻ ഇവര് തയ്യാറാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കൊടുക്കാൻ കഴിയുമോ? എനിക്ക് നിങ്ങളാരും തരണ്ട, പള്ളിക്കാർക്കാരും കൊടുക്കണ്ട, അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും കള്ളം കൊണ്ടുപോകില്ല, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ നശിക്കൂല, ഒരു ഗവൺമെന്റും പിടിച്ചു കൊണ്ടുപോകില്ല. അല്ലാഹുവിനൊരു സദക്ക കൊടുക്കാൻ മനസ്സുണ്ടോ? സമ്പത്ത് കൊടുക്കാൻ മടിക്കുന്നവരുണ്ടല്ലോ, ലക്ഷങ്ങൾ കൂട്ടിവെച്ചിട്ട് ഇല്ല എന്ന് കള്ളം പറയുന്ന പണക്കാരാ, നിന്റെ വാപ്പ പോയപ്പോ എന്ത് കൊണ്ടുപോയടാ പൊന്നുമോര്? അവസാനം പള്ളിപ്പറമ്പില് നീ വാങ്ങിക്കൊടുത്ത 3 കഷ്ടം തുണിയും പുതച്ച് കുറച്ചു പഞ്ഞിയുമല്ലാതെ നിന്റെ വാപ്പയൊന്നും കൊണ്ടുപോയില്ലല്ലോ. പടച്ചവനെ ഒരു സദക്ക കൊടുത്തു കഴിഞ്ഞാ, പടച്ചവനെ ക്യാൻസറിന് മരുന്നില്ലെന്നാരാ പറഞ്ഞത്? ട്യൂമറിന് മരുന്നില്ലെന്നാരാ പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവരെ, എല്ലാത്തിനും മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. ആ മരുന്ന് ഏതെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ തട്ടിമാറ്റുമല്ലോ സദക്ക. പടച്ചവനെ, എറണാകുളം ലക്ഷറി ഹോസ്പിറ്റല് എന്റെ ഒരു പ്രിയ സുഹൃത്ത് കരൾ മാറ്റി വെക്കുന്ന സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പാതിരാത്രി 1 മണിയായി, പാതിരാത്രി 1 മണിയായി. പടച്ചറപ്പേ, ഈ
പരിസരത്തുള്ള ഒരു ഇത്താന ഞാൻ അവിടെ കാണുകയാ. ഒരു പ്രിയപ്പെട്ട സഹോദരി ഉണ്ടല്ലോ, അതിരാത്രി 1 മണിയായപ്പോ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിന്റെ അകത്തിരിക്കുകയാണ്. കണ്ടപ്പോ ചാടി എഴുന്നേറ്റ് ഉസ്താദേ, നിങ്ങളുടെ വഅദ് കേൾക്കുന്ന സഹോദരിയാ, ചെയ്യണ്. പടച്ചവനെ ആരെന്നറിയുമോ? ഈ പരിസരത്ത് എവിടെയോ ഉള്ള ഒരു സഹോദരനാണ്. പടച്ചവനെ തന്റെ കിഡ്നി അവിടുന്ന് തകർന്നു പോയി. അല്ലാഹുവിന്റെ കിഡ്നി നഷ്ടപ്പെട്ടു പോയിട്ട് ഡയാലിസിസ് ചെയ്യുകയാ. പാതിരാത്രി 1 മണിക്ക് നിങ്ങളെല്ലാവരും വീടിന്റെ അകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുമ്പോ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് ഒറ്റയ്ക്കിരിക്കുന്ന പാവപ്പെട്ട പെങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ 5 മണിക്കൂർ കഴിഞ്ഞാ ഇറക്കി വിടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം ഇത്രയേ വിലയുള്ള സഹോദരാ. പണം കൊടുക്കാമെന്ന് പറഞ്ഞ പടച്ചവനെ അല്ലാഹു തന്നത് തിരിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? കരുണക്കടലായ അല്ലാഹ് ആ സഹോദരന് ശിഫ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ കിഡ്നി മാറ്റി വെക്കുന്ന സർജറി റബ്ബേ ഖൈറിലാക്കണേ അല്ലാഹ്. പൊന്നുമോള് ഗർഭിണിയാണ്. പടച്ചവനെ സംഘത്തോട് പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നാര മകളുടെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. റബ്ബേ സാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിന് ഇത്ര വിലയോ ഉള്ളൂ. എത്ര വലിയ സമ്പന്നനാണെങ്കിലും എറണാകുളം അമൃതയിലോ ലക്ഷർ ഹോസ്പിറ്റലിലോ തിരുവനന്തപുരം RCCയിലോ എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നാ മതി. ഒരു 10 മിനിറ്റ്. ആ സഹോദരൻ മുസ്തഫ എന്ന സഹോദരൻ അള്ളാഹു പരിപൂർണ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയൊക്കെയുള്ള ചങ്ങാതി. പടച്ചവൻ എൻ്റെ ഒരു കൂട്ടു സഹോദരൻ അള്ളാഹുവെ കരള് മാറ്റിവെച്ചു. പൈസ മുടക്കിയിട്ട് മാറ്റിവെച്ചു. 24 മണിക്കൂറായപ്പോ ഡോക്ടർ പറയുന്നു, ഇത് പോയി വേറെ വെക്കാൻ, ഇത് പോയി മാറ്റിവെക്കാൻ. പൈസയുണ്ട്, സാധനമില്ല സഹോദര. 48 മണിക്കൂറിന്റെ ഉള്ളിൽ കരള് മാറ്റിവെക്കണം. ഡോക്ടർ പറഞ്ഞതാ മാറ്റിവെക്കാൻ. പടച്ചവനെ പൈസ ഉണ്ട് വാങ്ങാൻ, പക്ഷെ സാധനം ഇല്ല. പണം കൊണ്ട് എന്ത് നേടി? എന്റെ പൊന്നാര ചങ്ങാതിമാരെ, കരളിന് വേണ്ടിയും കിഡ്നിക്ക് വേണ്ടിയും തെണ്ടി നടക്കുക ആൾക്കാര്. അല്ല തന്നപ്പോ അതിന്റെ വില നിങ്ങൾക്ക് അറിഞ്ഞോ? കിഡ്നിയുടെ വില ഇന്ന് നമുക്കറിയണില്ല. എന്നാൽ ഈ ഒരു തുള്ളി മൂത്രം പോലും ഇല്ലാതെ പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്കതിന്റെ വില അറിയും. മാറ്റിവെക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം, ചോദിക്കുന്ന പൈസ കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു ഗതി വരാതിരിക്കാൻ ആ കരള് മാറ്റിവെച്ച മനുഷ്യൻ ഇന്ന് ഖബറില. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറുടെ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണം കൊണ്ടൊന്നും നേടാൻ പറ്റില്ല എന്ന് അന്ന് ഞാൻ പഠിച്ച ചരിത്രവാ. അന്നൊറ്റ ദിവസം കൊണ്ട് പണം കൊണ്ടൊരു മനുഷ്യനൊന്നും നേടാൻ കഴിയില്ല എന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ചതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറാകുക. ഇത് അള്ളാഹിക്ക് വേണ്ടിയാ, ഏതെങ്കിലും സംഘടനകൾക്ക് വേണ്ടിയോ ആർക്കെങ്കിലും വാങ്ങാനല്ല, അള്ളാഹുവിന് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടി. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ, നിങ്ങൾ ആരെങ്കിലും കൊടുത്താ അല്ല തരുന്ന 2 പ്രതിഫലം ഞാൻ പറയാം. ഞാൻ നിർത്തുകയാ. ഞാൻ ഒരാളെയും പറഞ്ഞു നിർത്തിയിട്ടില്ല. സിറാജ് ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളെയും ഞാൻ നിർത്തിയിട്ടില്ല. കാരണം അത് അള്ളാഹുവാ തീരുമാനിക്കണം, നമ്മളല്ല. അള്ളാഹുവിന് വേണ്ടി കൊടുക്കാനുള്ളവരെ അല്ല തെരഞ്ഞെടുക്കും. കള്ളുകുടിയന്റെയും പലിശക്കാരന്റെയും മോട്ടിച്ചവന്റെയും കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയവന്റെയും ഒരുത്തന്റെ 5 നയാ പൈസ അള്ളാഹ്ക്ക് വേണോ? പറ ചങ്ങാതി, വേണോ? ഹറാമായ 1 രൂപയും അള്ളാഹ്ക്ക് വേണ്ട. ചിലപ്പോ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ കോടികൾ അവന്റെ കയ്യിൽ കിടപ്പുണ്ട്, 5 നയാ പൈസ പള്ളിക്ക് കൊടുക്കൂല. എന്നാ പാവപ്പെട്ട വാടക വീട്ടിൽ കിടക്കണ താത്ത കൈ കിടക്കണ മോതിരം ഊരിട്ട് എന്നാ ഉസ്താദെ, കാരണം അത് അല്ല കൊടുക്കണം മനസ്സ്. ആ കിടക്കണ ഒരു മോതിരം അത് ഹലാല്, ഈ കോടിക്കണക്കിന് രൂപ ഹറാമ്.
അവിടെ മനസ്സിലാക്കണ്ടേ, സമ്പന്നന്മാർക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റണമെന്നില്ല, പാവപ്പെട്ടവൻ അള്ളാഹു തെരഞ്ഞെടുക്കും. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാ, അള്ളാഹു തരുന്ന രണ്ട് പ്രതിഫലം, അള്ളാഹു തരുന്ന രണ്ട് പ്രതിഫലം എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, ശരീരത്ത് സ്വർണ്ണാഭരണമിട്ട് കൊണ്ടിരിക്കുന്ന പെങ്ങന്മാരോട് അള്ളാഹുവിന് കൊടുക്കാൻ കഴിയുമോ? അള്ളാഹിന് കൊടുക്കാൻ കഴിയുമോ? റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയുന്നവൻ കേട്ടോ, നിനക്ക് ഞാൻ ഖുർആൻ ആയത്ത് ഓതിത്തരാ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അസ്റായിലിനെ കാണുന്ന സമയമുണ്ടല്ലോ, മലക്കുൽ മൗത്തിനെ കാണുന്ന സമയമുണ്ടല്ലോ, പടച്ചവനെ സമ്പത്ത് വാരി കൂട്ടി വെച്ചിരിക്കുന്നവനുണ്ടല്ലോ, പള്ളിക്കോ പാവങ്ങൾക്കോ യതീമീങ്ങൾക്കോ രോഗികൾക്കോ കൊടുക്കാതെ സമ്പാദ്യം മുഴുവനും പൂഴ്ത്തി വെച്ചിരിക്കുന്ന പിശുക്കാ, എടാ നീ കേട്ടോ, അസ്റായിലിനെ കാണുന്ന സമയത്ത് നീ യാചിക്കുന്നു, അല്ലാ ഒരു നിമിഷം താ അല്ലാ, ഒരു നിമിഷം താ അല്ലാ, നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, അല്ലാഹുവേ എനിക്കൊരു നിമിഷം താ തമ്പുരാന്. എന്തിനാടാ തെണ്ടുന്നത്? എന്തിനാടാ യാചിക്കുന്നത്? പടച്ചവനെ, ഒരുപാട് സമ്പത്ത് അലമാരിക്കകത്തിരിപ്പുണ്ട്, ഒരുപാട് ബാങ്കിന്റെ ലോക്കറിലുണ്ട്. അടുത്ത് കിടക്കുന്ന ഭാര്യയോട്, പെണ്ണ് ഞാൻ പോകുകയാണ്, ഞാൻ പോകുകയാണ്, ഇതാർക്കെങ്കിലും നീ ഒന്ന് എടുത്ത് കൊടുക്കണേ എന്ന് പറയാനാ? കൂടെ കിടക്കുന്ന ഭാര്യയോട്, കൂടെ കിടക്കുന്ന മക്കളോട്, വാപ്പ പൂവാടാ, ഇന്ന് വരെ വാപ്പ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് വാപ്പ പോകുകയാണ്, മോനെ മരിച്ചാ വാപ്പാടെ സമ്പത്തിൽ നിന്ന് ഒരൽപ്പമെങ്കിലും നീ പള്ളിക്ക് കൊടുക്കണേ എന്ന് പറയാനാ? ഞാൻ പറഞ്ഞതല്ല, അല്ലയാ പറഞ്ഞത്. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് തെണ്ടുമടാ ചെറുപ്പക്കാരാ, പെങ്ങളെ തെണ്ടും മോള്, മരിക്കുന്ന സമയത്ത് യാചിക്കുകയാ, ഒരു സെക്കൻഡ് തരുവോ? എന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണമൂരിയിട്ട് പള്ളിക്ക് കൊടുക്കാരാ, പാവങ്ങൾക്ക് കൊടുക്കാരാ, എന്റെ മക്കളോട് പറയാരാ? തരില്ല ഉമ്മ, നിനക്കല്ല സമയം തരൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന വസ്തു പള്ളിക്കല്ലാതെ വാങ്ങാനാണ്, അത് വാങ്ങുന്നതിന് വേണ്ടി പടച്ചവൻ തന്നതിൽ നിന്ന് നിനക്കൊരൽപ്പം കൊടുക്കാകടിയോ? ചോദിക്കുമ്പോ പറയുമില്ല ഉസ്താദേ. നിരന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിന്റെ വീടിന്റെ മതിലിന് എത്ര ലക്ഷമാ ചെലവഴിച്ചത്? പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ 10,000 5,000, എന്നാ നിന്റെ വീടിന്റെ ഗേറ്റിന് എത്ര ലക്ഷം വിലയാ? എടാ, നിന്റെ ബാത്റൂമിന്റെ അകത്ത് നീ വെച്ചിരിക്കുന്ന ടോയ്ലറ്റിന്റെ വില എത്ര? ചിന്തിക്ക്. അല്ലാഹ്ക്ക് ചോദിക്കുമ്പോ ഇല്ല, അല്ലാഹ്ക്ക് ചോദിക്കുമ്പോ ഇല്ല. മതിലിന് ലക്ഷം, ഗേറ്റിന് ലക്ഷം. സഞ്ചരിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിക്ക് ഒരു വർഷം നീ ടാക്സ് അടയ്ക്കുന്ന എത്ര? അതിനകത്തിട്ടിരിക്കുന്ന ടയറിന്റെ വില എത്ര? അടിക്കണ എണ്ണയുടെ വില എത്ര? നീ ഇട്ടിരിക്കണ വസ്ത്രം, നിന്റെ കയ്യിൽ കിടക്കണ വാച്ചിന് എത്ര മോനെ വില? നിന്റെ കയ്യിലില്ല, നിന്റെ കയ്യിലില്ല. ചോദിക്കുമ്പോ ഇല്ല, അല്ലാഹ്ക്ക് വേണ്ടി ചോദിക്കുമ്പോ ഇല്ല. നീ വെച്ചോ, പോകുമ്പോ കൊണ്ടുപോകണം. നീ പോകുമ്പോ കൊണ്ടുപോകണം. നിന്റെ വാപ്പ എന്തേ കൊണ്ടുപോയത്? നിന്നെക്കാളും വലിയ സമ്പന്നനായിരുന്നല്ലോ, നിന്നെക്കാളും വലിയ സമ്പന്നനായ നിന്റെ വാപ്പ അവസാനം ആരോ വാങ്ങിക്കൊടുത്തു, നീ വാങ്ങിയതല്ല. നീ ചിന്തിക്കണം, വാപ്പ മരിച്ചപ്പോ നീ ഓടുകയാണ് എങ്കിലും വാപ്പായിക്ക് കഫൻ തുണി വാങ്ങിയ പൈസ എവിടെ നിന്നാണെന്ന് ഇന്ന് വരെ നീ ചിന്തിച്ചിട്ടുണ്ടോ? 3 കച്ചം വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് നിന്റെ വാപ്പാരെ കൊണ്ടുപോയി. എന്തുകൊണ്ടുപോയടാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പ്രായചെന്ന ഉമ്മമരെ ചെവിക്കകത്ത് ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുകയാണ്. ഒരുപാട് സ്വർണ്ണമിട്ട് കൊണ്ട് നടക്കുന്ന ഉമ്മ, ഈ
50 വയസ്സായ നിനക്കെന്തിനാ ഉമ്മ സ്വർഗം? മുടി മുഴുവനും നരച്ചില്ലേ, പള്ളിക്കുടിയിൽ പോകാ സമയമായില്ലേ, എന്നിട്ടും ചെറുപ്പക്കാരികളെ പോലെ സ്വർണമിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഉമ്മ, നിന്റെ ഉമ്മ മരിച്ചപ്പോ ആദ്യം ഊരിയത് മോതിരമല്ലേ? നീ ചിന്തിക്കാത്ത എന്ത്? നിന്റെ ഉമ്മ മരിച്ചപ്പോ ഉമ്മാടെ വസ്ത്രം ഊരുന്നതിന് മുമ്പേ സ്വർണവ ഊരിയെടുത്ത് നാളെ നിന്റെ ഗതിയും ഇത് തന്നെയല്ലേ? ഇന്ന് രാത്രി നീ മരിച്ചുപോയാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്റെ മോക്കറിയോ? നീ ഒരെണ്ണത്തിന് 9.5 മാസക്കാലം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചു, പട്ടിണി കിടന്ന് പാല് കൊടുത്ത് ഇത്രയും പോറ്റി, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിന്റെ മോക്കറിയോ? അറിയത്തില്ല. പിന്നെ എന്തിനാ നീ ജീവിക്കണേ? ഞാൻ ചിന്തിക്കുന്ന എന്റെ ഉമ്മമാരോട് ചോദിക്കുന്നു, നീ ഇത്രയും കാലം പോറ്റി വളർത്തിയ നിന്റെ മക്കള് നീ തീർന്ന ആദ്യം ഊരണത് സ്വർണ്ണ ഉമ്മ. അവക്കത് മതി. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മക്കൾക്ക് അറിയില്ല. അപ്പൊ നെളിഞ്ഞിരിക്കുന്നല്ലോ. ഈ പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആരിമാമത്ത് നിൽക്കും? നിന്റെ മോന ഇമാമത്തിക്കണേ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെച്ച ആര് കുളിപ്പിക്കും? നിന്റെ മോൻ കുളിപ്പിക്കോ? പറയൂ, അവൻ അറിയോ? അറിയില്ലപ്പ. ഖബറിന്റെ ചാരത്ത് വന്നിട്ടൊരു യാസീൻ ഓതാനെങ്കിലും മോൻ അറിയോ? സമയില്ലപ്പ. എന്ത് ജീവിതവാ? ഖബറി കിടന്നിട്ട് തെണ്ടണ്ട വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞിട്ട് അള്ളാഹുവിന് കൊടുത്ത അള്ള നിനക്ക് കാണിച്ചു തരും. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ അധ്വാനിച്ച ഹലാലായ പൈസ അള്ളാഹുവിന്റെ കയ്യിലേൽപ്പിച്ചാൽ അള്ള പറയുകയാ, ഞാൻ തരാ. എന്തേ തരുന്നത്? അള്ളാഹുവേ, അതാ മലക്കുകൾ കടന്നു വരികയാണ്. കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിക്കുകയാണ്. അവസാനം റൂഹ് പിടിച്ച് ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് റൂഹ് വന്നു. എല്ലാ മലക്കുകളും കൂടെ നിന്റെ കയ്യങ്കാലം പിടിച്ചു കൊടുക്കുകയാണ്. അനങ്ങാൻ പറ്റൂലല്ലോ. കോഴി അറക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്നലെ വാഴ പറഞ്ഞ ഉസ്താദ് ഹലാലായ ഭക്ഷണത്തിന്റെ കഥ പറഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ളവരെ, കോഴി അറക്കുമ്പോ നോക്കി നിൽക്കുകയാണ്. ചിറകിട്ടടിക്കുന്നു, കാലിട്ടടിക്കുന്നു, തലയിട്ടടിക്കുന്നു. അവസാനം അതിന്റെ ശരീരം കൈകാലുകളിട്ടടിച്ചടിച്ചടിച്ചടിച്ചതെങ്ങും മരിക്കുകയാ. നീയും ഞാനും അത് നോക്കി നിൽക്കും. പക്ഷേ ഞാനും നിങ്ങളും മരിക്കുമ്പോ എന്തേ കൈയിട്ടടിക്കാത്തത്? എന്തേ കാലിട്ടടിക്കാത്തത്? പെങ്ങളെ, പ്രസവത്തിന് മരണവേദനയാണെന്ന് നീ പറയരുത്. പ്രസവത്തിന് പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരംശമാ പ്രസവ വേദന. അതുപോലും താങ്ങാൻ പറ്റാതെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കിടന്ന് വിറപ്പിച്ചവളാ നീയ്, വിളിച്ചു കൂവിയവളാ നീയ്. എങ്ങനാ ഉമ്മ മരണവേദന താങ്ങുക? അവസാനം അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുഴിയുന്ന റൂഹ് വലിച്ചെടുക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് നിലവിളിക്കുമ്പോ അള്ളാന്റെ മലക്ക് ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്? എന്തിനാ ഉപ്പാ വിഷമിക്കുന്നത്? എന്തിനാ പെങ്ങളെ വിഷമിക്കുന്നത്? നിനക്ക് അള്ള തരുന്ന പ്രതിഫലം കാണണോ? വഅബ്ശിറൂ ബിൽ ജന്നാ. ഈ പള്ളിക്ക് വേണ്ടി നീ കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു കാണിച്ചു തരികയാ. നോക്കടാ ചെറുപ്പക്കാരാ, ഇതാടാ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം. അള്ളാന്റെ സ്വർഗം കണ്ടോ? സ്വർഗം നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരികയാ. പലരും മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് അത് കണ്ടട്ടാ. പലരും മരിച്ചു കിടന്നപ്പോ പുഞ്ചിരി വന്നത് ഈ സ്വർഗം കണ്ടിട്ട്
ചിരിച്ചതാ. അതുകൊണ്ട് പെങ്ങൾ അല്ലാഹു നിനക്ക് സ്വർഗം തരികയാണ്. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാ. മയ്യത്ത് കാണാൻ വരുന്നവരെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. ഈ കാണുന്ന നീ ഉണ്ടല്ലോ, അല്ലാഹുവിനെ സദഖ കൊടുത്ത വാപ്പാ, വെള്ളത്തുണിയിലെ വീടിന്റെ അകത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന നിന്റെ ചാരത്ത് വന്നിട്ട് തിരിച്ചു പോകുന്നവര് പറയുകയാ, കണ്ടോ അവന്റെ മുഖത്തെ പ്രകാശം, കണ്ടോ അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ. മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. വരുന്നവര് മുഴുവനും പറയുന്ന ഒരു മരണം വേണോ? എന്റെ പൊന്നു പെങ്ങള്, ഒരു നല്ല മരണം നിനക്ക് വേണോ? സ്വർഗം കണ്ട് മരിക്കണോ? വെള്ളിയാഴ്ച രാവിലെ മരിക്കണോ? പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കണോ? അതോ നരകം കണ്ടുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് കണ്ണ് തള്ളിയിട്ട് മുഖം കറുത്തിട്ട് കാണാ വരുന്നവരെ ഭയപ്പെടുത്തിയിട്ട് മരിക്കണോ? നീ തീരുമാനിക്ക്. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല അല്ലാ. പടച്ചവരെ, ഒരു പെണ്ണിന് ഏറ്റവും ഇഷ്ടം സ്വർണമാണ്. എങ്ങനെ പടച്ചവര്, സ്വർണത്തിനെക്കാളും വലുത് സ്വർഗമാണല്ലാ. പെണ്ണെ, സ്വർണത്തിനെക്കാല് വലുത് സ്വർഗമാ. കൊടുക്കാൻ കഴിയുമോ? അല്ലാഹു ചോദിക്കുകയാണ്, അമ്മ ഹസിബത്തും തദ്ഖുലുൽ ജന്ന, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? അല്ലാഹു ചോദിച്ചത്, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? ഇല്ല മോളെ, വെറുതെ കിട്ടില്ല. അതുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാ, ഞാൻ തരാ സ്വർഗമാർക്കാട് വേണ്ടത്. നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞോ? അല്ലാഹു മരിക്കുന്ന സമയം നിനക്ക് സ്വർഗം കാണിച്ചു തരുമമ്മാ.